സന്തോഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിന്റെ ഒരു പശ്ചാത്തലം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ മനുഷ്യ മനസ്സാക്ഷിയെ തന്നെ നടക്കുന്ന ഒരു കൊലപാതകമാണ് എങ്കിൽ കൂടിയും 7 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദൃക്സാക്ഷികളില്ല, പകരം 73 സാക്ഷികളെ വിവിധ ഘട്ടങ്ങളിലായി വിസ്തരിച്ച ഒരു കേസാണ്. വലിയ വെല്ലുവിളി ഇതിന്റെ ഒരു അന്വേഷണ വേളയിലായിക്കോട്ടെ വിചാരണ വേളയിലൊക്കെയും കടന്നുപോയ ഒരു ഘട്ടമൊക്കെയും നമുക്കറിയാം. ആ നിലയ്ക്ക് തന്നെ ഇതിന്റെ അന്വേഷണത്തെ അല്ലെങ്കിൽ ഇതിന്റെ നാൾവഴിയെക്കുറിച്ച് പറയുമ്പോഴും ഓർത്തെടുക്കേണ്ടതുണ്ട്. സന്തോഷ്. തീർച്ചയായും 2022 ഒക്ടോബർ 22-ന് ഏതാണ്ട് രാവിലെ 11:05 ഈ വിഷ്ണുപ്രിയയുടെ മൃതദേഹം വീട്ടിൽ കാണുന്നത്. വീട്ടിലുള്ള വിഷ്ണുപ്രിയയുടെ വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവർ തൊട്ടടുത്തുള്ള തറവാട്ട് വീടിൽ പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് വിഷ്ണുപ്രിയ മാത്രമാണ് വീട്ടിലുണ്ടായത്. അവർ തിരിച്ചെത്തിയ സമയത്താണ് വിഷ്ണുപ്രിയ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതായി കണ്ടെത്തിയത്. അതിനുശേഷം വളരെ വളരെ നാടിന് നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു ഇത്. പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് അതിൽ ഏറ്റവും നിർണായകമായിരുന്നു. ഈ പ്രതിയെ ഈ കൃത്യം നടന്ന അന്ന് തന്നെ പോലീസിനെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചു എന്നുള്ളതും ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ കേസിലെ കാര്യമായിരുന്നു. പ്രതി കൃത്യം നടത്തിയതിനു ശേഷം ഈ ആയുധങ്ങൾ കയ്യിൽ കരുതിയിരുന്ന ചുറ്റികയും അതോടൊപ്പം തന്നെ കഴുത്തറക്കാൻ ഉപയോഗിച്ച കത്തിയും പിന്നെ ഒരു ഈ വൃക്ഷത്തിന്റെ കമ്പുകൾ വെട്ടിമാറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയ തരത്തിലുള്ള ഒരു മെഷീനും കൂടിയാണ് ഈ ആയുധമായി കൊണ്ടുപോയത്. ഈ മെഷീൻ ഉപയോഗിച്ച് കഴുത്തറക്കാനായിരുന്നു പദ്ധതി. പക്ഷെ അത് ആ സമയത്ത് വിജയിച്ചില്ല. അതിനെ തുടർന്നാണ് കത്തുകൊണ്ട് കഴുത്തറക്കേണ്ടി വന്നത് എന്നാണ് പ്രതി അന്ന് പോലീസിന് മുൻപാകെ പറഞ്ഞത്. ഈ കൃത്യം നടത്തിയതിനു ശേഷം പ്രതി അവിടെ നിന്നും കടന്നു കളയുകയും ഈ ആയുധങ്ങളും അതോടൊപ്പം തന്നെ കയ്യിലുണ്ടായിരുന്ന ബാഗും സ്വന്തം വീട്ടിന് തൊട്ടടുത്തുള്ള ഒരു വെള്ളക്കെട്ടിൽ കല്ലിൽ കെട്ടി താഴ്ത്തുകയായിരുന്നു. അതിനുശേഷം പ്രതിയുടെ പിതാവ് നടത്തുന്ന ഹോട്ടലിൽ പോയി അവിടെ വിതരണം നൽകാൻ നിൽക്കുകയും ചെയ്തു. മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് സാധിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറി. മാത്രമല്ല ഇതിന്റെ ഈ കേസിന്റെ അന്വേഷണവും വളരെ വേഗത്തിലായിരുന്നു. പ്രതി ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്താനും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട സാക്ഷികളെയെല്ലാം തന്നെ കണ്ടെത്തി അവരിൽ നിന്ന് മൊഴിയെടുക്കാനും എല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് വളരെ വേഗത്തിൽ തന്നെ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനും സാധിച്ചിരുന്നു. പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിലായതുകൊണ്ട് തന്നെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാനുമായി. അത്തരത്തിൽ ഏറ്റവും ഈ പ്രോസിക്യൂഷന്റെ ഒരു മിടുക്ക് കൂടി ഈ വിചാരണ ഘട്ടത്തിൽ പ്രകടമായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്നതിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. ഇനി പ്രതിക്ക് എന്ത് ശിക്ഷയാണ് കോടതി വിധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയാനുള്ളത്. ശിക്ഷയെക്കുറിച്ചും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ സന്തോഷ്, ഈ കൊലപാതകം ഈ കൃത്യം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് കരുതിക്കൂട്ടി ഈ നിലയ്ക്ക് വിവിധ ആയുധങ്ങൾ കയ്യിൽ കരുതിക്കൊണ്ട് വിവിധ ദിവസങ്ങളിലെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് വിഷ്ണുപ്രിയയെ കൊല്ലുന്നതിനായി ഈ പ്രതി തയ്യാറെടുത്ത് വന്നിരിക്കുന്നത് എന്നതും ശ്യാംജിത്തിനെ കുറിച്ച് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയണം. 29 മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ പിന്നീട് കാണാനായത്. ഈ മരണം ഉറപ്പുവരുത്തിയതിനു ശേഷവും മുറിവുകൾ ഉണ്ടാക്കിയ ശരീരത്തിൽ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ വിധിയിൽ വളരെ നിർണായകമാകാനുള്ള സാധ്യതയുമുണ്ട്. സന്തോഷ്. ഉണ്ടായിരുന്നു. അതായത് അന്ന് കൃത്യമായും ഈ കൊലപാതക ദിവസം ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത അന്നത്തെ കാര്യങ്ങൾ ഓർമ്മയിലുണ്ട്. അതായത് അന്ന് ഈ പ്രതി പോലീസിന് നൽകിയ ആദ്യ മൊഴി എന്ന് പറയുന്നത് തന്നെ യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഈ കാര്യത്തിൽ തനിക്കില്ല. വളരെ കരുതിക്കൂട്ടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി സമ്മതിക്കുകയും എങ്ങനെ കൊല നടത്തിയെന്ന് സമ്മതിക്കുകയും ആയുധങ്ങൾ ഉൾപ്പെടെ കാട്ടിക്കൊടുക്കുകയും എല്ലാം തന്നെ ശ്യാംജിത്ത് ചെയ്തിരുന്നു. അന്ന് യാതൊരു കുറ്റബോധവുമില്ല, കരുതിക്കൂട്ടി തന്നെയാണ് ഈ കൊല നടത്തിയത് എന്നുള്ളത് പ്രതി അന്വേഷണ സംഘത്തോട് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഈ വിഷ്ണുപ്രിയയുടെ കഴുത്തിൽ മാത്രമല്ല കൈകളിലും ശരീരത്തിൽ ആകമാനം മുറിവേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് പ്രതിയായ ശ്യാംജിത്ത് നടത്തിയിരുന്നത്. മാത്രമല്ല ഈ വിഷ്ണുപ്രിയയുടെ മലപ്പുറത്തുള്ള ഒരു സുഹൃത്തിനെ കൂടി ശ്യാംജിത്ത് ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതാണ് അന്ന് പോലീസിന് ആ ഘട്ടത്തിൽ മനസ്സിലായത്. വിഷ്ണുപ്രിയയുടെ കൊലപാതകത്തിന് ശേഷം ഈ മലപ്പുറത്തുള്ള സുഹൃത്തിനെ കൂടി കൊല്ലാനായി പദ്ധതി ഇട്ടിരുന്നു. എന്നാൽ വേഗത്തിൽ തന്നെ പോലീസിന്റെ പിടിയിലായതുകൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാകാതെ പോയത് എന്നാണ് അന്ന് പോലീസിനോട് മൊഴിയായി ഈ പ്രതി ശ്യാംജിത്ത് പറഞ്ഞിരുന്നത്. എന്നാലും വളരെ ഒരു
ആസൂത്രിതമായ അതോടൊപ്പം തന്നെ മനുഷ്യ മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള വളരെ ഒരു ദാരുണമായിട്ടുള്ള കൊലപാതകമായിരുന്നു വിഷ്ണുപ്രിയയുടേത്. ഏതായാലും ആ കേസിലാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണ് എന്നുള്ള കാര്യം ഇപ്പോൾ സന്തോഷ്, ഈ പിടിക്കപ്പെട്ട വേളയിൽ ശ്യാംജിത്ത് മാധ്യമങ്ങളോട് നേരത്തെ സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു കൂസലുമില്ലാതെ പ്രതികരിക്കുന്നതും പോലീസുകാരോട് സംസാരിക്കുന്നതും അടക്കമുള്ള ആ ഒരു ഘട്ടമൊക്കെയും നമ്മളിപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. ഒരു കൂസലുമില്ലാത്ത പ്രതികരണം എന്ന് മാത്രമല്ല, തനിക്ക് ഈ ശിക്ഷ കൊണ്ടൊന്നും സംഭവിക്കാനില്ല, ചുരുങ്ങിയ നാളുകൾക്കിടയിൽ താൻ പുറത്തിറങ്ങുമെന്ന നിലയ്ക്കുള്ള ശ്യാംജിത്തിന്റെ പ്രതികരണവും ആ ഘട്ടത്തിൽ ഏറെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കേസിൽ വിധി വരുമ്പോൾ ശ്യാംജിത്ത് കുറ്റക്കാരനാണ് എന്ന് കോടതിയുടെ വിധി വരുമ്പോൾ ആ വിവാദമായിരിക്കുന്ന പ്രസ്താവനകളും ഓർത്തെടുക്കുകയാണ്. തീർച്ചയായും ആണ് ഈ സംഭവങ്ങൾ തുടർച്ചയായി ഇതിന്റെ പ്രതിയെയും കൊണ്ടുള്ള തെളിവെടുപ്പ് കാര്യങ്ങളുമെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്ന സമയത്തുള്ള സംഭവങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. അതായത് അന്ന് ഈ പ്രതി പോലീസിനോട് പറഞ്ഞ ഒരു കാര്യം, തന്റെ ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ ജീവിച്ചു കൊള്ളാം, എന്തായാലും അത് നേരിടാൻ തയ്യാറാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്ന് പോലീസിനോട് പറഞ്ഞിരുന്നത്. വളരെ കരുതിക്കൂട്ടിയാണ് ഈ കൊല നടത്തിയത് എന്നുള്ള കാര്യം പോലീസിനോട് തുറന്ന് സമ്മതിച്ചിരുന്നു. യാതൊരു കൂസലില്ലാതെയുമായിരുന്നു അന്ന് പ്രതി ഈ തെളിവെടുപ്പിനായി എത്തിയത്. മാത്രമല്ല കോടതിയിൽ പിന്നീട് വിചാരണയുടെ ഘട്ടങ്ങളിൽ എത്തിയപ്പോഴും വിധി പറയുന്ന ദിവസം എത്തിയപ്പോഴും എല്ലാം തന്നെ യാതൊരു കൂസലില്ലാതെയുമാണ് ഈ പ്രതി നിന്നിരുന്നത്. കാരണം അതിൽ ഒരു കുറ്റബോധമില്ലാത്ത തരത്തിൽ തന്നെയായിരുന്നു ഈ പ്രതിയുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഉണ്ടായിരുന്നു. ഈ കുറ്റക്കാരനെന്ന് വിധിക്കുമ്പോഴും ശ്യാംജിത്തിന്റെ ഒരു ശരീരഭാഷ അല്ലെങ്കിൽ ഈ നിലയ്ക്ക് തന്നെ ആയിരുന്നു, ആ പിടിക്കപ്പെടുന്ന വേളയിലുള്ള പോലെ തന്നെ ഒരു കുറ്റബോധവും ഇല്ലാത്തൊരു രീതിയിലുള്ള പെരുമാറ്റമാണോ ഇപ്പോഴും? തീർച്ചയായും ഈ അന്വേഷണത്തിന്റെ ഘട്ടങ്ങളിലും, അതായത് ഈ പോലീസ് കേസന്വേഷണം ആരംഭിച്ച് തെളിവുകൾ കണ്ടെടുക്കാനായി പ്രതിയെ കൊണ്ടുപോകുന്ന ഘട്ടം, തെളിവെടുപ്പിന്റെ ഘട്ടങ്ങൾ എല്ലാം തന്നെയും ഈ പ്രതിയായ ശ്യാംജിത്ത് യാതൊരു തരത്തിലുള്ള കുറ്റബോധവും പ്രകടിപ്പിച്ചിരുന്നില്ല. മാത്രമല്ല കോടതിയിലും അതേ രീതിയിൽ തന്നെയാണ് വിചാരണ ഘട്ടത്തിലെല്ലാം തന്നെ ശ്യാംജിത്ത് ഹാജരാകുകയും ചെയ്തിരുന്നത്. വളരെ വലിയൊരു പ്രതികാരം ആണ് തന്നെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതായിരുന്നു ശ്യാംജിത്ത് ഈ അന്വേഷണ സംഘത്തോടും എല്ലാം തന്നെ ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയ കാര്യം. ഏതായാലും ഇപ്പോൾ ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള സാക്ഷികളെയും മൊഴികളെയും എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറ്റക്കാരനാണ് എന്നുള്ള കാര്യം കോടതി കണ്ടെത്തിയിരിക്കുന്നത്.